ഗൈസ് നമ്മളപ്പോൾ അരീക്കൽ കവർ ചെയ്ത് ഇനി കൊച്ചേരിക്കൽ. ആ ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ നല്ല മനുഷ്യനാണ് കേട്ടോ. ഒരു ഇവിടുന്ന് റൈറ്റ് ഇതാ സെൻറ്റ് പോണ റൈറ്റ് എടുത്തിട്ട് 4ാമത്തെ ലെഫ്റ്റ്. അപ്പോൾ അങ്ങനെ പോട്ടെ. ഇവിടെ ഇങ്ങനെ മനുഷ്യനില്ല കേട്ടോ, മൊത്തം എലോണാണ് സംഭവം. ഇത് കണ്ട താഴോട്ടൊക്കെ ഭയങ്കര വ്യൂ, പക്ക വ്യൂ. നമുക്ക് അങ്ങോട്ട് പോവാം, വീഡിയോ എടുത്ത് ലാഗടിപ്പിക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ കൊച്ചേരിക്കൽ കയറാൻ വേണ്ടി വന്നേക്കാണ്. അവിടെ നിന്ന് അരീക്കലിൻ്റെ അവിടെ നിന്ന് 4ാമത്തെ ലെഫ്റ്റ്. പക്ഷേ വഴി ശോകം കേട്ടോ. വഴി ഇപ്പോൾ പണി നടക്കാൻ വേണ്ടി പോവാം. അതിങ്ങനെ കുത്തിപ്പിടിച്ചിട്ടേക്കും മൊത്തം ഇട്ടേക്കും. നമ്മുടെ നാട് വഴിക്കാണെങ്കിൽ പണി പാടും വെള്ളത്തിൽ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ വഴി കിടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വരുമ്പോൾ സൂക്ഷിക്കണം. സൈക്കിളിന് വല്ലതും വരുവാണെങ്കിൽ ജസ്റ്റ് തേയും, മനസ്സിലായി. കൈസ് നമ്മൾ തേഞ്ഞു. ഇനിയുണ്ട് 1/2 കിലോമീറ്റർ ഇങ്ങനെ കയറ്റം. അയ്യോ ഈ വഴി വരണ്ടായിരുന്നു, അപ്പുറം വഴിക്കണം മര്യാദയ്ക്ക് കുളം പറഞ്ഞ ചേട്ടൻ. റിസ്ക് എടുക്കാമെന്ന് പറഞ്ഞ് ഈ വഴി പോകും നമ്മൾ. അയ്യോ റോഡ് മൊത്തം ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടേക്കെന്ന് പറയാം. പിന്നെ ഒരു ഗ്രൂമർ ചേട്ടനെ കണ്ട്, ഡോഗ് ഗ്രൂം. അപ്പോൾ പുള്ളി പറഞ്ഞ് കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ നല്ല റോഡുണ്ടെന്ന് പറഞ്ഞ്. അവർ നമ്മുടെ അടുത്തുനിന്ന് തന്നെ. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ കൊച്ചേരിക്കൽ കയറിയിട്ടുണ്ട്. ഇതാണ് സംഭവം. ഉണ്ടോ കുറച്ച് ടാസ്ക്കായിരുന്നു കൊച്ചേരിക്കൽ. അല്ല കൊച്ചേരിക്കലിട്ട് പറ്റില്ല സംഭവം. ഇതാണ് കൊച്ചേരിക്കൽ ഗുഹ. നമ്മൾ ഗുഹ കാണാനാണ് മെയിനായിട്ട് വന്നത്. കാലിക്കുപ്പി പറഞ്ഞ എടുത്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, പൊളിയാണ്. കാരണം അങ്ങോട്ട് കപ്പിൾസ് ഒന്നും. അപ്പോൾ ഗൈസ് ഇതാണ് കൊച്ചേരിക്കൽ കേവിൻ്റെ നമ്മൾ കയറി വരുന്ന എൻട്രൻസ്. അപ്പോൾ ഈ കയറി വരുന്ന എൻട്രൻസിൻ്റെ സൈഡിൽ ടിക്കറ്റ് കൗണ്ടറാന്ന് തോന്നുന്നു, എന്താണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയും പ്ലാസ്റ്റിക് ഇടാൻ പാടും, മാലിന്യം ശുദ്ധമാക്കണമെന്നും പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. 5000 രൂപ ഫൈനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ്. താഴോട്ട് ഇറങ്ങണമെങ്കിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് അതാണ് കൊച്ചേരിക്കൽ കേവ്. ചേച്ചിയോട് നിൽക്കുന്നുണ്ട്, അതാണ് കേവ്. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ വന്നെ കുളമാണ് കേട്ടോ. അപ്പോൾ ആ കുളത്തിൽ കുളിക്കണം എന്നും പറഞ്ഞാണ് ഞാൻ വന്നത്. പക്ഷേ അവിടെ വെള്ളമില്ല. അപ്പോൾ ഇവിടെ ശുദ്ധമായ വെള്ളമൊക്കെ കിട്ടുമെന്നാണ് അവിടുത്തെ ആൻറ്റിയൊക്കെ പറഞ്ഞു. അവിടെ താഴെ നിൽക്കണ ആൻറ്റിയൊക്കെ പറഞ്ഞു. ഇവിടെ ആരാണ്ട് മോട്ടറൊക്കെ അടിക്കണ്ട കേട്ടോ. ഇവിടുന്ന് മോട്ടർ അടിച്ച് എനിക്ക് വേണം താഴെ പൊക്കത്ത് നിൽക്കണ ആൻറ്റിയുടെ വീട്ടുകാരാന്ന് തോന്നുന്നു. അവിടെ ഒരു വീട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ശുദ്ധമായ വെള്ളമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ കാലിക്കുപ്പിയൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ വെള്ളമില്ല, ഉറവില്ല. അപ്പോൾ ഞാൻ പോയത് നല്ല നട്ടക്കണ്ടം വെയിലത്താണ്, ഉറവില്ല. അപ്പോൾ മരമൊക്കെ വെട്ടിയിട്ട് കണ്ടു. പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടുണ്ട് കേട്ടോ ആൾക്കാർ. നമ്മൾ വരുന്ന സ്ഥലം നമ്മൾ ശുദ്ധിയാക്കാൻ നോക്കണം. നമ്മുടെ ശുദ്ധത്വം വഹിച്ച് കഴിഞ്ഞിട്ട് ഇതാണ് കൊച്ചേരിക്കൽ കേവ്. ഉള്ളിലാണ് കേവ് ഇരിക്കണേ, ഗുഹ. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല കേട്ടോ. സ്ഥലത്ത് നമ്മുടെ സ്ഥലത്ത് പോയാലും പ്ലാസ്റ്റിക് നമ്മുടെ കയ്യിലുള്ള കുപ്പികളുള്ള വെള്ളം നമ്മൾ തന്നെ എടുത്ത് വെക്കണം. അപ്പോൾ ഇതിങ്ങനെയാണ് കേവ്. ഇതിൻ്റെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ വമ്പം മരങ്ങളൊക്കെ നിൽക്കണ്ട കേട്ടോ. കണ്ട ഒരു മരം എന്നൊക്കെ പറഞ്ഞ് ഇജാതി സൈസ് ഉണ്ട്. അപ്പോൾ ഞാനും എൻ്റെ കമ്പനിക്കാരൊക്കെ കൂടി പിടിച്ചാലും ആ മരം നിൽക്കില്ല. അപ്പോൾ നമുക്ക് അപ്പുറം സൈഡിൽ കൂടെ വേണമെങ്കിൽ പോകാം. പക്ഷെ ഞാൻ ഒരു ആരും പോകാത്ത വഴി കൂടെ സഞ്ചരിച്ചു. ക്യാമറയ്ക്ക് ഷെയ്ക്ക് ഉണ്ടാവും, കാരണം നല്ല അടിപൊളി ക്യാമറയാണ് നമ്മുടെ. പിന്നെ അതാണ് കുളം. കുളം എന്നൊക്കെ പറഞ്ഞ് കണ്ട എന്ന് വ്യൂ ആ നോക്കി. ഇവിടെ നല്ല കാട് പോലെ കിടക്കണേ. പൊന്നു വെച്ചാൽ ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വരണം. അരീക്കൽ വന്നവർ മിസ് ചെയ്യാൻ പാടുള്ള സ്ഥലമാണ്. പക്ഷേ അരീക്കൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ 5-6 പ്രാവശ്യം അരീക്കൽ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നു. പക്ഷെ ഇവിടെ വന്നം അരീക്കലൊക്കെ കാണാനുണ്ട്. ടിക്കറ്റ് ഒന്നുമില്ല കേട്ടോ, ഇവിടെ ഫ്രീ ആണ്. ഇനി ടിക്കറ്റ് കൗണ്ടറാണ് അപ്പുറേ. എനിക്ക് ഈ വേനലായതുകൊണ്ട് ഇവിടെ ടിക്കറ്റ് ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ടിക്കറ്റ് ഇല്ലയെന്ന് തന്നെ കേട്ടോ. ഗൈസ് ഇതാണ് കൊച്ചേരിക്കൽ ഗുഹ. എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഇത്രേ ഉള്ളൂ. പൊളി. ഇവിടെ നമുക്ക് തലയിടിക്കും കുറച്ചും കൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞ്. അങ്ങനത്തെ രീതിയിലുള്ള കുപ്പിച്ചില് പോലെ എന്താണ് കമ്പിയൊക്കെ അടിച്ചിട്ട് ചെന്ന് എന്ത് കഴിച്ചാൽ പറയാൻ പാടില്ല. ബട്ട് കൊള്ളാം, ആൾത്താസമുള്ളതെന്ന് തോന്നും. പൊളി വൈബാട്ടോ ഇവിടെ. നമ്മൾ സൈക്കിളിൽ നിന്ന് കഥപ്പ അമ്മയെ തലയിടിച്ച് കണ്ടോ. ഇവിടെ നോക്കുമ്പോൾ കൊച്ചേരിക്കൽ കേവ്. ഇതാണ് കേവ്. കൊച്ചേരിക്കൽ കേവ് എന്ന് പറയുന്നത് ഇതാണ് കേവ്. പിന്നെ അതാണ് കുളം. കുളിക്കാൻ പറ്റും. ചെളിവെള്ളമാണ്. നമ്മൾ കുളിച്ച് കഴിഞ്ഞ് പുത്തും കുറച്ച് കിലോമീറ്റർ അങ്ങോട്ട് പോകാനുള്ള അല്ലേ. അപ്പോൾ കുളിക്കണ്ടെന്ന് വിചാരിച്ച്. പിന്നെ അതാണ് സ്റ്റെപ്പ്. ഇവിടെ എൻട്രി ഫീ ഒന്നുമില്ല കേട്ടോ. എന്തായാലും അരീക്കൽ വന്നേക്കാൻ അടിപൊളിയാണ് കൊച്ചേരിക്കൽ. കണ്ടതേ. ഇപ്പം എങ്ങനെ ഇറങ്ങുമെന്നാണ് ഇങ്ങനെ ആലോചിക്കണേ. ഇപ്പം
നമുക്ക് റിസൾട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ അരീക്കലിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിക്കോ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കി കാണണം. ബൈ ബൈ.